ഭാനുവേട്ടനും കൂടി കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാനാ നിന്റെ പരിപാടി? സങ്കല്പത്തിലുള്ള ഭർത്താവിനെ കുറിച്ച് നീ ഒത്തിരി വീമ്പളക്കി പോയതുകൊണ്ട് നീ ഇതിന് സമ്മതിക്കാതിരിക്കണ്ട. നിന്റെ സൗന്ദര്യ സങ്കല്പം കുറച്ച് കടന്നുപോയി, അതാ ഇങ്ങനെ പറ്റിയത്. ഇനി ഇപ്പൊ കഴുത്ത് നീട്ടി കൊടുക്കുന്നതാ മോളെ ബുദ്ധി. അതിന് വേറെ ആളെ നോക്കണം. ഞാനൊരു വഴി പറയാം. എന്റെ വീട്ടിനടുത്തുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനൊരു സന്ദർഭം വന്നപ്പോ ചെയ്തൊരു വിദ്യയുണ്ട്. അങ്ങനെ ചെയ്താലോ? അതെന്താ? കല്യാണം നിശ്ചയം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം രാവിലെ അവൾ സധൈര്യം ഭാവി വരന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. നടന്നതും നടക്കാത്തതുമായ പല കഥകൾ തട്ടിവിടുന്നു. ഭാവി വരൻ ഫ്ലാറ്റ്. പിന്നീട് അയാൾ സന്യസിക്കാൻ പോയെന്ന് നാട്ടുകാർ പറയുന്നത് കേട്ടത്. ഐഡിയ. അഡ്വക്കേറ്റ് നന്ദകുമാർ അറിയുന്നതിന് മിസ്റ്റർ നന്ദകുമാർ, അഡ്വക്കേറ്റ് വാണം പോലെ പോകാതെ നിക്ക്. നീ എപ്പോ ഫ്രീ ആവും? കോടതി പരിസരത്ത് വെച്ച് അമിത സ്വാതന്ത്ര്യം കാണിക്കുന്നതിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നീ ഒരു വെറും ബെഞ്ച് ക്ലാർക്ക്. ഐ ആം ദി പബ്ലിക് പ്രോസിക്യൂട്ടർ. സോറി, ഞാൻ മറന്നുപോയി. ഞാൻ ഇനി ആവർത്തിക്കത്തില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല. നീ എപ്പോ ഫ്രീ ആവും? സോറി സാർ, എപ്പോ ഫ്രീ ആവും? 2 ദിവസം കഴിയും. ഒരു അർജന്റ് മാറ്റർ പറയാനാ വന്നത്. പറയൂ. സാറല്ല, ഞാൻ 4 ദിവസം കഴിഞ്ഞ് ഫ്രീ ആവും. അപ്പൊ ഞാൻ പറയാം. എടാ, തമാശ വിളമ്പാതെ കാര്യം എന്ന് വെച്ചാ പറ. നിന്റെ ഗുമസ്തൻ, സോറി സാറിന്റെ ഗുമസ്തൻ ഗുലുമാലി ജമാലിന്റെ മേളിൽ ഒരു കണ്ണുണ്ടായിരിക്കുന്നത് നല്ലതാണ്. സാറിന്റെ കേസ് അവൻ മറിച്ച് വിൽക്കുന്നുണ്ട്. എന്റെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ഒന്നും തൽക്കാലം ഇടപെടണ്ട. അത് ഞാൻ തന്നെ നോക്കിക്കോളാം. ഓക്കെ? സോറി, ഗുലുമാല തന്നെ വിളിക്കുന്നു. താനല്ലോ തോന്നുന്നു. ഹലോ ചങ്ങാതി, എന്താ കണ്ണൂടെ? എന്താ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? പിന്നെ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കണോ? നീ അതും അതിലപ്പുറം ചെയ്യും. കയറ്. പിന്നെ ഈ തലവേദന ഒഴിഞ്ഞു പോയെന്ന് കരുതി ആശ്വസിച്ചിരിക്കായിരുന്നല്ലേ?
അതിന് നീയൊരു തലവേദനയാണെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ലല്ലോ. വക്കീലിനെ ഒഴിവാക്കാൻ ഭാനുവേട്ടനായിരുന്നല്ലോ പ്രയാസം. ആരുടെ സഹായം കൂടാതെ ആ പദ്ധതി ഞാൻ തന്നെ നിറവേറ്റി. എങ്ങനെ? എന്റെ സ്വഭാവ വിശേഷങ്ങൾ വിശദമാക്കിക്കൊണ്ട് ഒരു കത്തങ്ങ് കാച്ചി. അത് മിക്കവാറും ഇന്ന് എന്നെ വക്കീലിന്റെ കൈ കിട്ടും. അതോടെ ആതിര നന്ദകുമാർ കല്യാണ നിശ്ചയം സൂചിച്ചില്ലേ? നന്നായിട്ട് സുഖിച്ചു. ഈ മാസം സമരം വേണ്ടാന്ന് വെച്ചോ? ഓ, നന്ദകുമാർ അഡ്വക്കേറ്റ് പ്രേമലേ. അപ്പൊ അവർക്ക് സമ്മതക്കുറവില്ല. എന്നാ പിന്നെ അങ്ങ് ഉറപ്പിക്കല്ലേ ബ്രോക്കറെ? പക്ഷേ ഒരു കുഴപ്പമുണ്ട്. പെണ്ണിന്റെ ഗ്രഹനിലയും സാറിന്റെ ഗ്രഹനിലയും കൂടി ഞാനൊരു ജോത്സ്യനെ കാണിച്ചു. ഒരുത്തമില്ലേ? പൊരുത്തമില്ലെന്ന് മാത്രമല്ല, ഒരു കാരണവശാലും ഈ ജാതകങ്ങളൊന്നും ചേർക്കരുതെന്നാ ജോത്സ്യൻ പറഞ്ഞത്. പെൺവീട്ടുകാരിക്കാർ പറഞ്ഞോ? അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ദൈവമേ, 2 വർഷമായിട്ട് രാപകലില്ലാതെ അലഞ്ഞതിന്റെ ഫലമായിട്ട് ഒത്തുവന്ന ഒരു ബന്ധമായത്. അത് പിന്നെ എന്നോട് പറയണം. വണ്ടിക്കൂലിയായിട്ട് തന്നെ നല്ലൊരു തുക സാറെനിക്ക് തന്നിട്ടില്ലേ? നന്ദന്റെ കല്യാണം നടത്തുന്നതിന് മുമ്പ് ഞാൻ എന്റെ കല്യാണം നടത്തുമെന്ന് വീമ്പിളക്കുകയും ചെയ്തു. ഇനിയിപ്പോ എന്താ? അതിരിക്കട്ടെ, സാറിന് ജാതകത്തിൽ വിശ്വാസമുണ്ടോ? കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്നു, ഈ ജന്മത്തിൽ വിശ്വാസമില്ല. പിന്നെ പേടിക്കാൻ എന്തിരിക്കുന്നു? നമുക്ക് അങ്ങ് നടത്താം. അതങ്ങനെ നടത്തുകേ? പെൺവീട്ടുകാർ സമ്മതിക്കണ്ടേ? നമ്മൾ ഒരു ചെറിയ കളി കളിച്ചാൽ മതി, അവർ സമ്മതിക്കും. എന്ത് കളി? പന്ത് കളിയോ? പെണ്ണിന്റെ ജാതകവുമായി പൊരുത്തപ്പെടുന്ന വിധത്തിൽ സാറിന്റെ ജാതകം ഒന്ന് മാറ്റി എഴുതുന്നു. എന്നാ പിന്നെ സമയം കളയണ്ട, വേഗം അത് ചെയ്യും. ആ ജാതകം ഇങ്ങനത്തെ ജാതകോ? അതിന് എവിടെ തപ്പും? ഗ്രഹനില കുറിച്ചെടുത്തിട്ട് ഞാനത് ഇവിടെ എവിടെയോ വെച്ചു. അല്ല, നിശ്ചയമില്ലെങ്കിൽ വേണ്ട, ഒരു ഉദ്ദേശം വെച്ച് എഴുതാം. നാളെന്താ പറഞ്ഞേ? മറന്നുപോയി. എന്നാ ആവിട്ടം വെച്ച് തട്ടാം. ആവിട്ടം തവിട്ടിൽ നേടുമെന്നാണല്ലോ. എന്നാ വേഗം തട്ട്, സമയം കളയണ്ട. ഗായത്രി മേനോൻ കേസിന്റെ ഫയൽ എത്തിയോ? ഇല്ല. കേസ് ഫയൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ആ SIയെ 2 തവണ ഫോണിൽ വിളിച്ച് പറഞ്ഞാണല്ലോ. പോകുന്ന വഴിക്ക് താൻ പോലീസ് സ്റ്റേഷൻ കയറി വിൻസെന്റ് ഡിസൂസയോട് ഗായത്രി മേനോൻ കേസിന്റെ റെക്കോർഡ്സുമായിട്ട് ഇങ്ങോട്ട് വരാൻ പറയണം. ആ SI ഒരു ചൂടനാ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ വരുവാ. പിന്നെ ഞാൻ അങ്ങോട്ട് വരണോ? പറഞ്ഞു കേട്ടാ മതിച്ചല്ലേ? അയ്യോ, ചേച്ചിക്ക് എന്ത് പറ്റി? ഇളകിയോ? അച്ഛൻ ഓഫീസിൽ നിന്ന് പോലും പറഞ്ഞോടി? ഇല്ല. അപ്പൊ വൈകിട്ട് കിട്ടി കാണത്തേ ഉള്ളൂ. അതിന്റെ ആഫ്റ്റർ എഫക്റ്റിംഗ് എത്ര സമയമാണെന്നേ ഉള്ളൂ. കാര്യം മനസ്സിലായി. വക്കീലായിട്ടുള്ള കല്യാണ നിശ്ചയം അടുക്കാറായില്ലേ? അതിന്റെ ഈ ഇളക്കം. എടി മണ്ടി, ഇങ്ങ് വാ. അച്ഛനും അമ്മയും നീയൊക്കെ വിഡ്ഢികളായിപ്പോയല്ലോടി. വക്കീലിന്റെ കല്യാണ പ്രശ്നത്തിൽ എനിക്കിപ്പോ സന്തോഷ. കാരണം എന്താണെന്നറിയോ? പറയാതെ ഞാനെങ്ങനെ അറിയുമ്പോ ഈ കവടി എടുത്ത് നോക്ക്. പിന്നെ നിശ്ചയത്തിന്റെ തീയതി കുറിപ്പിച്ചുകൊണ്ട് നാളെ ശിവശങ്കർ നീങ്ങി വരും. വരട്ടെ. നീ കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേൽപ്പിക്കാമായിരുന്നു. അമ്മ കിടന്ന് ധൃതി വെക്കാതെ. എനിക്ക് ധൃതിയാ. വന്ന ആലോചനകളൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞു നീട്ടിക്കൊണ്ടുപോയി. ഇനി അത് പറ്റില്ല. നമ്മൾ അവരുടെ സൗകര്യം കൂടെ നോക്കണ്ടേ അമ്മേ? സാധാരണ പണവും പണ്ടവും ഒപ്പിക്കാനാ പെണ്ണ് വീട്ടുകാർ സമയം ചോദിക്കുന്നത്. നമ്മൾ അവരോട് സ്ത്രീധനമൊന്നും ചോദിച്ചില്ലല്ലോ. പിന്നെ എന്ത് സൗകര്യം നോക്കാനാ? എനിക്ക് വെച്ച് വിളമ്പി അമ്മ മടുത്ത് കാണും ഇല്ലേ? മടുത്തിട്ടല്ലടാ മോനെ, മരുമകളോടൊത്ത് കഴിയാനുള്ള എന്റെ ആഗ്രഹം നിനക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. വലിയ കൊതിയും കൊണ്ടിരുന്ന് അവസാനം മരുമോള് വന്ന് അമ്മാവ് എന്നെ അടിച്ചിറക്കിയില്ലെങ്കിൽ കൊള്ളാം. നിന്റെ തിരുനാക്കമുണ്ടെന്നും പറയാതിരുന്നാ മതി. കണ്ടിട്ടൊരു അടക്കവും ഒതുക്കവും ഉള്ള പെൺകുട്ടിയാ. കണ്ട, പണിയടിക്കുന്നു സത്യം.